നമസ്കാരം. 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് വിത്ത് പ്രസിഡന്റ് പ്രവിതയിലേക്ക് സ്വാഗതം. പ്രസിഡന്റ്, ഇന്ന് ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും വയനാട്ടിൽ നിന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ വയനാട് ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ ആശങ്കയായി ഭൂമിക്കടിയിൽ നിന്ന് ഒരു പ്രകമ്പനം കേട്ടുവെന്നാണ് ആളുകൾ പറഞ്ഞത്. ഇന്നത്തെ ചർച്ചാ വിഷയം ഇത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. ഈ ഉരുൾപൊട്ടലിന് ശേഷമുണ്ടായ ഒരു പ്രതിഭാസം എന്നതിൽ എന്താണ് ഇതെന്ന് അറിയാൻ നാട്ടുകാർ ഇന്ന് നിരവധി ആളുകൾ പുറത്തേക്ക് വരികയും ചെയ്തു. പക്ഷേ ഗവൺമെന്റ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കുള്ള ഇടയില്ല ഇപ്പോൾ നിലവിൽ. അത് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, മുൻപ് ഉണ്ടായിട്ടുണ്ട് ഉരുൾപൊട്ടിയ ശേഷം ആ മേഖലകളിൽ എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു വിശദമായ പഠനം ആ വിഷയത്തിൽ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അധികൃതർ. എന്തായാലും ഇതുൾപ്പെടെയുള്ള വാർത്തകൾ നോക്കാം. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാനുള്ള സമയമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് എല്ലാവരും ഒരുപക്ഷെ ഗൂഗിളിൽ തെരഞ്ഞ കാര്യം എന്താണ് പ്രകമ്പനം, എന്താണ് സംഭവിച്ചത്. ഈ പറയുന്ന 5 ജില്ലകൾ, അത് വയനാട്, ഒപ്പം പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, ഈ ജില്ലകളിലാണ് ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായത് ഭൂമിക്കടിയിൽ നിന്നും. അപ്പം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിനൊരു ഭീതിയുമൊക്കെ കൂടിയത്. എന്തായാലും അതിൽ വലിയ ആശങ്ക വേണ്ട എന്ന് അധികൃതർ പറയുന്നുണ്ട്. ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീസ്മോഗ്രാഫിൽ, അതായത് ഭൂകമ്പ മാപിനിയിൽ എവിടെയും അത്തരത്തിൽ ഒരു ഭൂചലനം എന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഭൂചലനമല്ല എന്നാണ് അധികൃതർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്ത വിശദമായി തന്നെ നോക്കാം. 5 ജില്ലകളിൽ ഭൂമിക്കടിയിൽ മുഴക്കം. വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും അസാധാരണ മുഴക്കവും അനുഭവപ്പെട്ടു. അമ്പലവയൽ, നെന്മേനി എന്നിവിടങ്ങളിൽ ആണ് അസാധാരണ പ്രതിഭാസമുണ്ടായത്. ഭൂകമ്പ മാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ സിസ്മോളജിക് സെന്റർ വ്യക്തമാക്കി. ആശങ്ക പരിഹരിക്കാൻ വിശദമായി പഠനവും തുടർ പരിശോധനയും നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. രാവിലെ 10 മണിയോടെയാണ് വയനാട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ അസാധാരണ പ്രതിഭാസം റിപ്പോർട്ട് ചെയ്തത്. അമ്പലവയലിലെ സമീപ പ്രദേശങ്ങൾ, നെന്മേനിയിലെ അമ്പുകുത്തി, എടയ്ക്കൽ, സുഗന്ധഗിരി, ചോലപ്പുറം, തൈക്കുംതറ, മേൽമുറി ഭാഗങ്ങളിലാണ് അസാധാരണ പ്രതിഭാസം അനുഭവപ്പെട്ടത്. പിന്നാലെ മേഖലയിലെ ജനങ്ങളിൽ ആശങ്ക. വീട്ടിലേക്ക് ജനലിലേക്ക് വന്ന് എന്തോ ഇടിക്കുന്ന പോലെ ഒച്ചയാണ് കേട്ടത്. ശരിക്കും ബോംബ് പൊട്ടുന്ന പോലത്തെ ഒച്ചയാണ് കേട്ടത്. അവർ പുറത്തുണ്ടായിരുന്നു, ഞാൻ അകത്തായിരുന്നു, അതുകൊണ്ട് അത്ര ഒച്ച കേട്ടില്ല. എനിക്ക് ജനലിലേക്ക് എന്തോ ഒരു പ്രകമ്പനമാണ് കേട്ടത്. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മോൾ ഭാഗത്തേക്ക് കുറച്ച് ചെക്കന്മാർ ഈ ഭാഗത്തേക്ക് മോൾ ഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കിയാൽ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എന്തെങ്കിലും പാറ എന്തെങ്കിലും ഉരുണ്ട് വീണതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ കേട്ടായിരുന്നു. ഭൂചലനമല്ലെന്ന് സ്ഥിരീകരിച്ച് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. Actually, there is no natural earthquake recorded by any of the seismographic stations installed in Kerala and around the Kerala. So this is not a natural earthquake. If there is some heavy land rock masses try to stabilize from the higher level to the lower level, during that shifting of the land masses there is the such type of the shaking can be felt localized. ആശങ്ക വേണ്ടെന്ന് വയനാട് ജില്ലാ കളക്ടർ. ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്ഷൻസ് കൊടുക്കും. ഇപ്പം നിലവിലെ ഒരാഴ്ച മുമ്പേ അല്ലേ നമുക്ക് ഇതൊക്കെ എല്ലാം സംഭവിച്ചത്. സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പേടി ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു എക്സ്പെർട്ട് ടീം ഇവിടെ ഉണ്ട്. ഓക്കെ, ദേ ആർ ഓൾ ലുക്കിംഗ് ഇൻടു ദോസ് തിങ്സ്. പ്രകമ്പനം അനുഭവപ്പെട്ട വിവിധ പ്രദേശങ്ങളിൽ റവന്യൂ, ജിയോളജി, ഭൂഗർഭ ജലവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ സ്വമേധയാ മാറി താമസിക്കുന്നുണ്ട്. അവശേഷിക്കുന്ന അവ്യക്തത നീക്കാൻ കാര്യക്ഷമമായ ഇടപെടൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 24 വയനാട്. എന്തായാലും വയനാടിന് പിന്നാലെ കോഴിക്കോടും പാലക്കാടും മലപ്പുറത്തും തൃശ്ശൂരും ഭൂമിക്കടിയിൽ നിന്ന് ഈ രീതിയിൽ അസാധാരണ ശബ്ദം കേട്ടുവെന്ന് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. രാവിലെ 10:15-നും 10:30-നും ഇടയിലാണ് വിവിധ ജില്ലകളിൽ ഒരേ സമയം അസാധാരണമായ ഈ പ്രതിഭാസമുണ്ടായത്. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. പാലക്കാട് ഒറ്റപ്പാലത്തും അലനല്ലൂർ കുഞ്ഞുകുളത്തും ചെറുപ്പുളശ്ശേരി കാറൽമണ്ണയിലുമാണ് ഒരേ സമയം ഉഗ്രശബ്ദം കേട്ടത്. ചിലയിടങ്ങളിൽ അസാധാരണമാം വിധം കുലുക്കവും അനുഭവപ്പെട്ടു. അത് ഏത് ഭാഗത്തുനിന്നാണെന്നൊരു വ്യക്തത ഇല്ലാത്തൊരു സൗണ്ടാണ് വന്നത്. നമുക്കൊരു ദിശ പറയാൻ പറ്റില്ല. ഇപ്പൊ അത് മറ്റേ വടക്കുന്നാണോ പടിഞ്ഞാറുന്നാണോ കിഴക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല സൗണ്ട് കേട്ടു. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞു എന്തൊരു സൗണ്ട് കേൾക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ഇതിൽ ഭൂമിയിലൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. ഒരു 2-3 സെക്കൻഡ് നേരം, അത്രേ ഉള്ളൂ. വരോട് വാടാനംകുറിശി സ്കൂളിലും പ്രകമ്പനമുണ്ടായതായി അധ്യാപിക സുരേഖ പറഞ്ഞു.
കോഴിക്കോട് കൂടരഞ്ഞിയിലും കുറ്റ്യാടി കലങ്ങോടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. മലപ്പുറം എടപ്പാളിലും കരിപ്പൂർ മാതംകുളത്തും ഉഗ്രശബ്ദം കേട്ടു. മലബാറിലെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം ഉണ്ടാകുന്നതെന്ന് കേരള സർവകലാശാല ജിയോളജി വിഭാഗം മുൻ മേധാവിയും ജിയോളജിസ്റ്റുമായ ജി ത്രിവിക്രം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പൊടുന്നനെയുണ്ടായ അസാധാരണ പാരിസ്ഥിതിക മാറ്റത്തിൽ ആശങ്കയിലാണ് ജനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ അതവർ കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രകമ്പനം ഉണ്ടാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറെ ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. ആ രീതിയിലാണ് ആ ഏരിയയിലുള്ള ആളുകളൊക്കെ പ്രതികരിച്ചത്. അവരുടെ ആ ഭയത്തിന് സത്യം പറഞ്ഞാൽ അതിലൊരു അർത്ഥമുണ്ട് താനും. തീർച്ചയായിട്ടും. എന്തായാലും ജിയോളജി വകുപ്പ് വ്യത്യസ്ത ഇടങ്ങളിൽ സർവകലാശാലകളുടെ അടിസ്ഥാനത്തിലൊക്കെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന 2 കാര്യങ്ങൾ. ഒന്ന് പ്രളയം, 2018 നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമാണ്. മറ്റൊന്ന് നമ്മൾ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഷയമാണ് ഈ സോയിൽ പൈപ്പിംഗ് അല്ലെങ്കിൽ ഈ കുഴലീകൃത മണ്ണൊലിപ്പ് എന്നൊക്കെ പറയും. നമ്മുടെ മേൽമണ്ണിന് കീഴെയുള്ള മണ്ണ് അത് ഒരു തുരങ്കം പോലെ ഉണ്ടാവുകയും അതിലൂടെ ഭൂഗർഭാന്തര ജലം ഒഴുകിപ്പോകുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേൽമണ്ണിൽ ഉറപ്പ് കുറയും. അത് ഈ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലും ഒക്കെ കാരണമാകുന്നു എന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. അതിൽ കൂടുതൽ ആഴത്തിലുള്ള പഠനം ആവശ്യവുമാണ്. അങ്ങനെയൊരു സംഭവം കൂടി ഉണ്ട്, പ്രതിഭാസം കൂടി ഉണ്ട്. അത് പലയിടങ്ങളിലായി ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നൊരു പഠനം. അതായത് ഭൂമിക്ക് മുകളിലൂടെ പുഴ ഒഴുകുന്നത് പോലെ തന്നെ ഭൂമിക്കടിയിലും സമാനമായ രീതിയിൽ ഒരു ജലസ്രോതസ്സുകളുണ്ട്, ഒഴുക്കുണ്ട്. അപ്പോൾ അതിന് ആ ഒഴുക്കിനനുസരിച്ച് കൂടുതൽ മണൽ ഒഴുകിപ്പോകും. മണലല്ല, അവിടുത്തെ മണ്ണ് ഒഴുകിപ്പോകും. സ്വാഭാവികമായിട്ടും മേൽമണ്ണ് ഇളകി നിൽക്കും. അത് പെട്ടെന്ന് തന്നെ ഒരു വലിയ മഴ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണിന് താങ്ങാവുന്നതിലധികം വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും. അപ്പോൾ മണ്ണൊലിപ്പ് ഉണ്ടാവും. ഒലിച്ചു പോകുന്ന വഴിയിലുള്ള പാറകളെല്ലാം ഒലിഞ്ഞു വരും. ഒലിച്ചു വരും. അതാണ് ഉരുൾപൊട്ടൽ. ഇതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്നൊരു പഠനമുണ്ട്. അത് രസകരമാണ് അത് ആ പഠനങ്ങൾ വായിക്കാൻ. പക്ഷേ അത് ഭീതിപ്പെടുത്തുന്നതുമാണ്, ആശങ്കപ്പെടുന്നതുമാണ്. നിലവിൽ അത്തരം പഠനങ്ങൾ കൂടുതൽ ആഴത്തിൽ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇതെല്ലാത്തിൻ്റെയും കാരണം ഒന്നാണോ. മാത്രമല്ല ഈ സമീപകാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട് കേരളത്തിൽ. നമ്മുടെ കാലാവസ്ഥ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ പഠനത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടാകുന്ന റിപ്പോർട്ട് എന്താകും ഇനി അധികൃതർ പുറത്തുവിടുക എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. യെസ്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഉരുൾപൊട്ടലിൻ്റെ ആഘാതം അത് ഇപ്പോഴും ആ നാട്ടിലുണ്ട്. മാത്രവുമല്ല ഇന്നും അവിടെ ചില നമ്മുടെ കണ്ടു നനയിപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും അവിടെ നിന്ന് വരികയും ചെയ്തു. ആ രീതിയിൽ 4 മൃതദേഹങ്ങളാണ് ഇന്ന് ആ മേഖലയിൽ നിന്നും കണ്ടെത്തിയത്. കാന്തൻപാറയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യാനായില്ല. PPE കിറ്റ് ഇല്ലാതെ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് സന്നദ്ധ സംഘം അറിയിച്ചത്. പുനരധിവാസ സമിതിക്ക് സർക്കാർ രൂപം നൽകണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെടുകയും ചെയ്തു. വീട് നഷ്ടപ്പെട്ടവർക്ക് അടിയന്തര ആശ്വാസ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിസങ്കീർണമായിരുന്നു കാന്തൻപാറയിലെ ദൗത്യം. റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടത്. ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ദൗത്യസംഘത്തിന് PPE കിറ്റുകൾ ലഭിക്കാത്തതിനാൽ എയർലിഫ്റ്റിംഗ് സാധ്യമായില്ല. നമ്മൾ 9 മണി 10 മണി മുതൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പൊ സമയത്തായി നമുക്ക് 3:52 ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ വന്നിട്ട് ആകെ തന്ന സാധനം ഒരു PPE കിറ്റ് വരെ അല്ലാതെ ഈ 12 ദിവസം കഴിഞ്ഞ് ഈ ബോഡി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അത്രയും അഴകിയ ഒരു ബോഡിയാണ്. ആ ബോഡികൾ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ PPE കിറ്റ് പോരാ. പക്ഷെ PPE കിറ്റെങ്കിലും നമുക്ക് എന്താക്കിയിട്ടില്ല, ഇവരെത്തിച്ചെന്നില്ല. അത്രയും പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ആകെ 2 ഗ്ലൗസും പാക്ക് ചെയ്യാനുള്ള 2 കവറുമാണ് തന്നത്. ഇതിലൊന്നും അത് എടുത്ത് കൊണ്ടുപോക്കൽ നടക്കൂല. പുനരധിവാസ പദ്ധതിക്ക് സർക്കാർ കാലതാമസം വരുത്തരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സുതാര്യതയ്ക്കായി MLA-മാരെയും MP-മാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെട്ടു. വീടും വസ്തുവകകളും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് താമസ സൗകര്യമൊരുക്കുന്നതിന് സർക്കാർ ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിക്കും 300 രൂപ വീതം ആശ്വാസ ധനസഹായം നൽകാനാണ് തീരുമാനം. 24 വയനാട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ജനകീയ തെരച്ചിൽ നടത്തി. ക്യാമ്പിൽ കഴിയുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തിയായിരുന്നു തിരച്ചിൽ. ഞായറാഴ്ച കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ രാവിലെ 9 മുതൽ 1 മണി വരെയായിരുന്നു തിരച്ചിൽ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉച്ചയോടെ തിരച്ചിൽ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു.
സാധ്യമായ ഇടങ്ങളിൽ പ്രദേശവാസികളുടെയും ക്യാമ്പിൽ കഴിയുന്നവരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. സന്നദ്ധ സംഘടനകളും സേനാവിഭാഗങ്ങളും തിരച്ചിലിന്റെ ഭാഗമായി. ഞാൻ എൻ്റെ ഇത് നടന്നതിൻ്റെ അപ്പുറത്താണ് വീടുള്ളത്. ഒന്നും കൂടെ കൂടുതൽ ആളും കൂടി എത്തിക്കഴിഞ്ഞാൽ, ക്യാമ്പിൽ നിന്നുള്ള ആൾക്കാരും കൂടി എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബോഡി റിക്കവറി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല എന്നിങ്ങനെ 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തിയത്. ക്യാമ്പിലെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഞായറാഴ്ച വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അല്ല, ഇന്നിപ്പോ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂർ മുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇവിടെ ജനകീയ തെരച്ചിൽ നിർത്തേണ്ടി വരും. പക്ഷെ ഞായറാഴ്ച ജനകീയ തെരച്ചിൽ തുടരും. 131 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 24 വയനാട്. എന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട് സന്ദർശിക്കുന്നുണ്ട്. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം ദുരന്ത ഭൂമിയിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും മോദിക്കൊപ്പം ഉണ്ടാകും. ദുരന്തത്തെ L3 വിഭാഗത്തിൽപ്പെടുത്തി വയനാടിനെ സഹായിക്കാൻ തയ്യാറാകണം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഹെലികോപ്റ്റർ മാർഗം ദുരന്തഭൂമിയിലെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം ആകാശ നിരീക്ഷണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും മോദിക്കൊപ്പമുണ്ടാകും. ദുരന്തഭൂമിയിലെ സാഹചര്യങ്ങൾ ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കും. ബെയിലി പാലത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ദുരന്ത പ്രദേശത്തേക്ക് നീങ്ങും. കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതായി ADGP MR അജിത് കുമാർ 24നോട്. നിലവിലുള്ള വിവരം അനുസരിച്ചിട്ട് അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ വരുന്നു. കണ്ണൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പവും മറ്റ് ഒഫീഷ്യലോടൊപ്പവും ബൈ ചോപ്പർ ഈ ഏരിയ ആദ്യം ഒരു ഏരിയൽ നിരീക്ഷണം നടത്തുന്ന മനസ്സിലാക്കുന്നത്. ഏരിയൽ നിരീക്ഷണ ശേഷം കൽപ്പറ്റയിൽ വന്നിറങ്ങും. കൽപ്പറ്റയിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൈ റോഡ് നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച് ചുരന്മല ഭാഗത്ത് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. സേനാ മേധാവിമാരെയും ദൗത്യസംഘത്തെയും പ്രധാനമന്ത്രി കാണും. തുടർന്ന് ക്യാമ്പുകളിലും ആശുപത്രിയിലും സന്ദർശനം നടത്തും. പര്യടനത്തിനു ശേഷം കളക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുക്കും. ശേഷം കണ്ണൂർ വഴി ഡൽഹിയിലേക്ക് മടക്കം. ദുരന്തത്തെ L3-ലോ L4-ലോ ഉൾപ്പെടുത്തി വയനാടിനെ സഹായിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. L3 മാത്രമല്ല, L3 L4-നിടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല. പക്ഷേ L3 L4 ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അതാണ് നൽകേണ്ടത്. അപ്പോൾ 2 ഫേസിലായി വളരെ വിപുലമായ തരത്തിലുള്ളൊരു പുനരധിവാസ പ്രക്രിയയുണ്ട്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് മാത്രം താങ്ങുന്ന കാര്യമല്ല, അവർ സഹായിക്കണം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുത്ത് നാളെ തിരച്ചിലുണ്ടാകില്ല. ദീപക് ധർമ്മടം, 24 വയനാട്. എന്തായാലും അപ്പോൾ നാളെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഈ സംഭവമുണ്ടായി, ദുരന്തമുണ്ടായി ആദ്യ ദിനം തൊട്ട് കേരളം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം നാളെ നേരിൽ കാണുകയാണ് പ്രധാനമന്ത്രി ആ സംഭവ സ്ഥലം, ആ ദുരന്ത സ്ഥലം. അപ്പോൾ നേരിൽ ബോധ്യപ്പെട്ട് ഒരു പാക്കേജ് വയനാടിനായി പ്രഖ്യാപിക്കും എന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ആ സന്ദർശനം കൊണ്ട് ഗുണമുണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. എന്തായാലും പ്രധാനമന്ത്രി വരുന്നതോടുകൂടി കേരളത്തിന്റെ ആവശ്യം മുഴുവനായി അംഗീകരിക്കുമോ എന്നറിയില്ല. എന്നാൽ തന്നെയും ഒരു ആശ്വാസ പാക്കേജ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാം എല്ലാവരും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ചോദ്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയായി എടുത്ത കേസിലാണ് കോടതിയുടെ ചോദ്യം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നും ഡിവിഷൻ ബെഞ്ച് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധയായി എടുത്ത കേസ് പരിഗണിക്കവെയാണ് സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞത്. ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണം. ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് പാരിസ്ഥിതിക പഠനം നടത്തിയതിനു ശേഷമാകണമെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയവരെ കേസിൽ കക്ഷി ചേർത്ത കോടതി ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. പരിസ്ഥിതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവിധ വകുപ്പുകൾ പലതരത്തിലാണ് നടപടികൾ എടുക്കുന്നത്. അതിനാൽ വകുപ്പുകൾ തമ്മിൽ ഏകോപനം വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതിലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ പഠനം അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയ കോടതി ഇക്കാര്യത്തിൽ സർക്കാർ നയങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നതാണ് പരിഗണിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചു. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിനുമേൽ കോടതി നിരീക്ഷണമുണ്ടാകുമെന്നും ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശ്രീകാന്ത്, 24 കൊച്ചി.
ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാടിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു. ജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് നഷ്ടം വിലയിരുത്തിയ ശേഷം പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മേഖലയിൽ സന്ദർശനം നടത്തി. വിലങ്ങാട് ദുരന്തത്തിൽ 12 കോടിയിലധികം രൂപയുടെ കൃഷിനാശമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിസ്സഹായരായ നാട്ടുകാരുടെ ദുരിതവും പരാതികളും കൃഷിമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കകത്ത് എങ്ങനെയെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് കൃഷി വകുപ്പ് പ്രത്യേകമായിട്ട് ആലോചിക്കുന്നതായിരിക്കും. ഈ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുകയും അതെല്ലാം നടപ്പിലാക്കുകയും ചെയ്യും. കർഷകർക്ക് മതിയായ സമയം കൊടുത്തു തന്നെ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടും അതിന് പുറത്തുള്ള പരിശോധന നടത്തിക്കൊണ്ടും യഥാർത്ഥമായ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. പുറത്തറിഞ്ഞതിലും വലുതാണ് വിലങ്ങാട്ടെ ദുരന്തത്തിന്റെ വ്യാപ്തിയെന്ന് പ്രദേശം സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിലങ്ങാട് ഉണ്ടായിരിക്കുന്ന ദുരന്തം നമ്മളെല്ലാം പുറത്തറിഞ്ഞതിനേക്കാൾ വ്യാപ്തിയുള്ളതാണെന്ന് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമായി. വലിയൊരു അപകടത്തിൻ്റെ നിഴലിലാണ് ഇവിടെ ആളുകളെല്ലാവരും ജീവിക്കുന്നത്. ഇത് ഇത്ര ആളപായം ചുരുങ്ങിയത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം അത്ര വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 4 പേരടങ്ങുന്ന വിദഗ്ധ സംഘം അടുത്തയാഴ്ച വിലങ്ങാടെത്തി പഠനം നടത്തും. നാശനഷ്ടങ്ങളുടെ കണക്ക് 2 ദിവസത്തിനകം റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർക്ക് കൈമാറും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ദുരിതബാധിതർക്കുള്ള സഹായം തീരുമാനിക്കാനാണ് സാധ്യത. 24 കോഴിക്കോട്. വിലങ്ങാടെ സംഭവം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ പറയുന്ന പുത്തുമലയിലും അതിനുശേഷമുള്ള ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ഇത്രയും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെങ്കിൽ ആ വിലങ്ങാടിലെ സംഭവം അല്ലെങ്കിൽ അവിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലും അതൊരു വലിയ വാർത്ത തന്നെയാണ്. പക്ഷേ മറ്റ് സംഭവം അതിൽ എത്രയും മാത്രം കാഷ്വാലിറ്റിക്ക് ഉണ്ടായതുകൊണ്ട് ഇത് അതിന് ഒന്ന് പ്രാധാന്യം കുറഞ്ഞ പോലെയാണ്. വലിയ കൃഷിനാശം ആ മേഖലയിൽ ആകെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ വയനാട്ടിൽ സംഭവിച്ചതുപോലെ തന്നെ വീടുകളൊക്കെ ഒലിച്ചുപോയി. അവിടെ സമാനമായ രീതിയിലുള്ള എണ്ണത്തിൽ കുറവാണ് എന്നതാണ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു കൈകോർക്കലാണ്, ഒരു ചേർത്ത് നിർത്തലാണ് നമുക്കെല്ലാം ഇപ്പോൾ ചെയ്യാൻ കഴിയുക. അത് ഈ പറയുന്ന പോലെ മുണ്ടക്കയിലും വിലങ്ങാടും എല്ലാം ഒരുപോലെ നമ്മൾ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അതിന് നമ്മളെ കൊണ്ടാവുന്നത് അല്ലെ, അണ്ണാൻ കുഞ്ഞും തന്നലായതെന്ന് പറയുന്ന പോലെ നമ്മളുടെ സംഭാവനകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാതൃകയാവുന്ന അല്ലെങ്കിൽ മാതൃകയാക്കാവുന്ന ഒരു കഥയിലേക്ക്, ഒരു സ്റ്റോറിയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുക്ക പൊട്ടിച്ച സമ്പാദ്യവുമായി വയനാട്ടെ കുരുന്നുകൾ. ശലഭക്കൂട്ടം എന്ന കുരുന്നുകളുടെ കൂട്ടായ്മ കളക്ട്രേറ്റിലെത്തിയാണ് ചെറിയ സമ്പാദ്യം കൈമാറിയത്. പൂതാടിയിലെ കുട്ടികളുടേത് മാതൃകാപരമായ ഇടപെടൽ എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. എൻ്റെ ഒപ്പം കുറച്ച് കുഞ്ഞു കൂട്ടുകാരുണ്ട്. പൂതാടിയിലെ കുഞ്ഞുങ്ങളാണ്, സ്കൂളിൽ പഠിക്കുന്നവരാണ്. ഏതാണ്ട് 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർ ഒരു 11 പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂതാടിയിലെ ബാലസംഘ കൂട്ടായ്മയാണ് അവർ കളക്ടറേറ്റിലേക്ക് എത്തിയത്. അവരുടെ ചെറിയ സമ്പാദ്യം, കുടുക്കയിലെ സമ്പാദ്യം, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഈ കുഞ്ഞുങ്ങൾ എത്തിയത്. മോളോടെ പോവാ പൈസ തരാൻ. ഞങ്ങളെ ചെറിയ സമ്പാദ്യത്തിൽ നിന്നെടുത്ത ആ ചെറിയ പൈസ അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെ കൊടുത്ത് സഹായിക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെയുള്ള എല്ലാ കുട്ടികളും ഇതിൽ സഹായിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. കുരുന്നുകളെ അഭിനന്ദിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇത് കേരളത്തിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലാകെ കുട്ടികളായാലും പ്രായമായവരായാലും മധ്യവയസ്കരായാലും എല്ലാവരും ഈ കണ്ണീരൊപ്പാൻ, ഇവരെ കൈ പിടിച്ചുയർത്താൻ, നമ്മളതിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തുന്നത്. അതിലൊരു ഉദാഹരണമാണ് ഈ കുട്ടികളെന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കുട്ടികൾ സമൂഹത്തിന് മാതൃകയാവുന്നു, സമൂഹത്തിനൊരു കരുത്താണത്. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടപെടൽ മറ്റു കുട്ടികൾക്കും സമൂഹത്തിനും പ്രചോദനമാകട്ടെ എന്ന് രക്ഷകർത്താക്കൾ. ഇങ്ങനെ ഒരു ദുരന്തം കണ്ടപ്പോൾ ഇങ്ങനെ 24 ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ചാനലാണ്. അപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പം ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ പേനയായിട്ടും പല ഒരു
പ്രസൻറ്റേഷനായിട്ടും കുടുക്ക പൊട്ടിച്ചൊക്കെ എന്താ സൈക്കിൾ വാങ്ങാനുള്ള കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകളുടെ മകൻ എൻ്റെ വീട്ടിൽ വന്നു. ഇവർ 3 പേരും കൂടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മമ്മേ ഇതുപോലെ ഞങ്ങൾക്കും ഒന്ന് കൊടുക്കാൻ അമ്മമ്മ സഹായിക്കുമോ? ഇവരിങ്ങനെ ചെയ്യുന്ന കാണുമ്പം മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു പ്രചോദനം ആവുമല്ലോ, അവരും അവരുടെ കുടുക്ക പൊട്ടിക്കുമല്ലോ എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഞങ്ങൾ ഇത്രയും ചെയ്തത്. അവർ സ്വയം ഉണ്ടാക്കി അവരുടേതായ കഴിവ് പ്രകടിപ്പിച്ച് സ്വരൂപിച്ചുണ്ടാക്കിയ ഈ ഒരു ചെറിയ സംഖ്യയാണെങ്കിലും അത് വലുതായി കണക്കെടുത്തുകൊണ്ട് തന്നെ അത് കേരളം ഒട്ടുക്കും ഒരു മാതൃകയായി തീരട്ടെ. അത്തരത്തിൽ ശലഭക്കൂട്ടം അവർ പൂതാടിയിൽ നിന്ന് വന്നതാണ്, കുഞ്ഞുങ്ങളാണ്. അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി അവർ മടങ്ങുകയാണ്. വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 വയനാട്. ഇതുപോലെ നമ്മുടെ മനസ്സിന് ഒരുപാട് കുളിർമയേകുന്ന, സന്തോഷം തരുന്ന, സന്തോഷമെന്നല്ല ഒരു ദുരന്തത്തിനിടയിലും ആശ്വാസമാകുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിരവധി വരുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് നേതൃത്വം നൽകുന്ന വലിയവരെ കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മാതൃകാപരമാണ്, നമുക്ക് അത് അനുകരിക്കാവുന്നതുമാണ് എന്നാണ് ഇപ്പോൾ മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർ പറയുന്നു, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട്. അതിൽ മിനി ബാബു ഒക്കെ പറയുന്നു, നമ്മളെ മറന്നുപോയോ, നമ്മളെ ശ്രദ്ധിക്കുന്നേയില്ല പ്രജിനും പ്രവിധിയും എന്ന് പറയുന്നു. അങ്ങനെയല്ല, കാരണം ഈ ഫോർമാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പാട്ടില്ല, ഡാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അറിയാലോ, നമ്മളുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി വയനാട്ടിലെ വലിയ ദുരന്ത വാർത്ത തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ വാർത്ത ആ രീതിയിൽ നിൽക്കുമ്പോൾ പാട്ടുകൾക്കല്ല പ്രസക്തി, വാർത്തകൾക്ക് തന്നെയാണ്. അതിന് പ്രാമുഖ്യം നൽകി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഒരു ധർമ്മം. അപ്പോൾ അതാണ്. അപ്പോൾ തിരിച്ച് അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. മിനി ബാബു ചോദിക്കുന്നു, അതോടൊപ്പം തന്നെ കണ്ണൻ താഴത്ത് സുജാത പറയുന്നുണ്ട്, ഒരു പാട്ട് പാടുമോ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നു, രാവിലെ മുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ട് മനസ്സ് മടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് വൈകാതെ നമുക്ക് പഴയ ഫോർമാറ്റിൽ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും കാത്തിരിക്കൊരു ചെറിയ ഇടവേളയുണ്ട്. ഇടവേള കഴിഞ്ഞാൽ പുതിയ വാർത്തകളുണ്ട്. പാലക്കാട് നിന്നൊരു വാർത്ത വരുന്നു, ഒരു തൊഴിലാളിയെ പോലീസുകാരൻ ക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്തയുണ്ട്. അതിന് വിശദാംശങ്ങളിലേക്ക് അടക്കം നമ്മൾ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബ്രേക്ക്. പ്രജൻ, ഞാനിപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലൂടെ പോവുകയായിരുന്നു. അവരെല്ലാവരും കുറച്ചും കൂടി പോസിറ്റീവായ വാർത്തകൾ കേൾക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് പറയുന്നത്. അങ്ങനെ പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നിരവധി കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ പാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. ഉടൻ തന്നെ ആ ഒരു പഴയ ഫോർമാറ്റിലേക്ക് എത്തും. നേരത്തെ പറഞ്ഞ ആ വാർത്തയിലേക്കാണ് നമ്മൾ പെട്ടെന്ന് കിടക്കുന്നത്. പാലക്കാട് മങ്കരയിൽ പെയിന്റിംഗ് തൊഴിലാളിക്ക് നേരെ പോലീസുകാരന്റെ ക്രൂരമർദ്ദനം എന്ന് പരാതി. മങ്കര കുനിയംപാടം സ്വദേശി ഹംസയാണ് ആക്രമണത്തിന് ഇരയായത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ഹംസ മങ്കര പോലീസിൽ പരാതി നൽകി. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്താണ് സംഭവിച്ചത്? പ്രജിൻ, പ്രവിധ, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഹംസയെ അകാരണമായി 38-കാരനായ മങ്കര കുനിയമ്പാടം സ്വദേശിയായിട്ടുള്ള ഹംസയെ അകാരണമായി പോലീസുകാരൻ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. പെയിന്റിംഗ് തൊഴിലാളിയാണ് ഹംസ. ജോലിക്ക് ശേഷം മങ്കര വെള്ളറോഡുള്ള സ്ഥാപനത്തിലിരിക്കവേ മങ്കര സ്റ്റേഷനിലെ SCPO അജീഷ് എത്തി തന്നെ അകാരണമായി മർദ്ദിച്ചു എന്നാണ് ഹംസ പറയുന്നത്. മർദ്ദനത്തിനിടെ സാരമായി പരിക്കേറ്റ ഹംസയെ പത്തിരിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹംസ മങ്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സ്ഥലത്ത് മദ്യലഹരിയിലായിരുന്നുവെന്നും ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വാദം എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും ഹംസക്കെതിരെ എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോലീസ് നടപടിയെടുക്കേണ്ട എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉള്ളതായി നിലവിൽ വിവരമില്ല. എന്തായാലും ഹംസ ഇപ്പോൾ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നേടിയിരിക്കുകയാണ്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു പരാതി വന്നിട്ടുണ്ട്. അതിൽ പോലീസുകാരൻ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഈ പെയിന്റിംഗ് തൊഴിലാളിയായ ഹംസ പറയുന്നത്. ഉദ്യോഗസ്ഥന് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹംസ പോലീസിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാരീസിലേക്ക് പോകാം. ഒളിമ്പിക്സ് വിശേഷങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയ നടപടിക്കെതിരെ കായിക തർക്ക പരിഹാര കോടതിയിൽ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ എല്ലാ വാദങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഹിയറിംഗിന് ഓൺലൈനായി വിനേഷ് ഫോഗട്ടും ഹാജരായിരുന്നു. കേസിൽ ഇടക്കാല ഉത്തരവ് ഉടൻ ഉണ്ടാകും. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, എപ്പോൾ ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? പ്രജിൻ, പ്രവിധ, എന്തായാലും ഉടൻ തന്നെ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ
കേസിൽ വാദം പൂർത്തിയായി. ഈ വിർച്വലായി ഓൺലൈനായി വിനേഷ് ഫോഗട്ടും ഹാജരായിരുന്നു. വിനേഷ് ഫോഗട്ടിൻ്റെ വാദം എന്ന് പറയുന്നത് തന്നെ അയോഗ്യയാക്കിയ നടപടി റദ്ദാക്കണമെന്നും തനിക്ക് വിർച്വലായിട്ട് തനിക്ക് ഒരു ഇപ്പോൾ നിലവിൽ ഒരാൾക്ക് വെള്ളി മെഡൽ അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തനിക്ക് കൂടി വെള്ളി മെഡൽ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം കയ്യെത്തും ദൂരെ നമുക്കൊരു മെഡൽ നഷ്ടമായതാണ്. ഈ ഫൈനലിൽ എത്തിയതോടുകൂടി വെള്ളിയോ ഇല്ലെങ്കിൽ വെങ്കലമോ എന്ന അവസ്ഥയിലായിരുന്നു വിനേഷ് ഫോഗട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ 100 ഗ്രാം ഭാരക്കൂടുതലിൻ്റെ പേരിൽ താരത്തെ അയോഗ്യയാക്കുകയും അത് ഫൈനൽ മത്സരത്തിൽ നിന്ന് മാത്രമല്ല ത്രൂ ഔട്ട് അയോഗ്യയാക്കി ഏറ്റവും ഒടുവിലെ സ്ഥാനമാണ് നൽകിയത്. അതിനെതിരെയാണ് വിനേഷ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയത്. താരത്തിന് വേണ്ടി ഫ്രാൻസിൽ നിന്നുള്ള 4 അഭിഭാഷകരാണ് ഹാജരായത്. ഒപ്പം തന്നെ IOAയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹരീഷ് സാൽവെ അടക്കമുള്ള അഭിഭാഷകരും ഹാജരായിരുന്നു. ഒരു മാനുഷിക പരിഗണന താരത്തിന് നൽകണം, അതായത് നിയമങ്ങൾക്ക് മാത്രം നോക്കാതെ ഒരുപക്ഷെ ഫൈനലിൽ മുന്നേറിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വെള്ളി മെഡൽ എങ്കിലും അനുവദിക്കണം എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത്. 3 മണിക്കൂറോളമാണ് ഈ വാദം നീണ്ടു നിന്നത്. എന്തായാലും ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെയുള്ള ഒരു ഉത്തരവും ഉണ്ടാവും. നേരത്തെ തന്നെ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി പറഞ്ഞിരുന്നു ഈ ഒളിമ്പിക്സ് തീരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നാണ്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് നാളെയോ ഇല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ ഇതിനകത്തൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവാനാണ് സാധ്യതകളെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ആശ്വാസ വാർത്തയാവട്ടെ, വിനേഷിനെ പോലെ ഒരു താരത്തിന് വലിയ പോരാട്ടം കാഴ്ചവെച്ച് വന്ന താരത്തിന് ഒരു അർഹിച്ച മെഡൽ നിഷേധിക്കാതിരിക്കട്ടെ. ചെറിയൊരു 100 ഗ്രാമിൻ്റെ ഒക്കെ തന്നെ പേരിൽ ഭാരക്കൂടത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ അനുകൂല വിധി ഉണ്ടാവട്ടെ, അത് നമുക്കും ഒരു നേട്ടമായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, അമൻ്റെ മത്സരം ഗുസ്തി അത് ഒരു വെങ്കല മെഡൽ സാധ്യതയുണ്ട് നമുക്ക്. അപ്പോൾ ആ മത്സരം തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? നമ്മുടെ ഓപ്പണന്റ് ആരാണ്? നമുക്ക് എത്രമാത്രം സാധ്യതയുണ്ട് അനിൽ? ആ മത്സരം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്യൂർട്ടോറിക്കൻ താരമാണ് ക്രൂസ് ആണ് എതിരാളി. അദ്ദേഹത്തിനെതിരെ എന്തായാലും ഒരു മികച്ച മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ ഒരു മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ വെങ്കല മെഡലിന് നമ്മൾ അർഹരാകും. ആദ്യ 2 റൗണ്ടുകളിലെ പോരാട്ടം നോക്കുകയാണെങ്കിൽ ലോക ചാമ്പ്യനെ അടക്കം മുൻ ലോക ചാമ്പ്യനെയൊക്കെ അടക്കം അട്ടിമറിച്ചെത്തിയ ആ ഒരു പ്രകടനം ആവർത്തിക്കാനായാൽ ഒരുപക്ഷെ ഇന്ന് അമൻ സെഹ്റാവത്തിന് ഒരു വെങ്കല മെഡലിന് സാധ്യതയുണ്ട്. താരം മികച്ച രീതിയിൽ തന്നെ മത്സരം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ 6ാം മെഡലിനായി. യെസ്, എന്തായാലും ആ മത്സരത്തിന് എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ റിസൾട്ട് നമുക്കറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി അഞ്ചിലും നമുക്ക് ഒളിമ്പിക് റിസൾട്ട്സിൽ നിന്നും ചേരാം. അപ്പോൾ അതിൽ നമുക്കൊരു മെഡൽ ഉണ്ടാവട്ടെ അല്ലേ? അതിലൊരു മെഡൽ ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ വിനേഷിന് അനുകൂലമായൊരു നടപടി, ഒരു വിധി ഉണ്ടാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. യെസ്, മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. പാരീസ് ഒളിമ്പിക് സമാപന ചടങ്ങിൽ മലയാളി താരം PR ശ്രീജേഷ് ഇന്ത്യൻ പതാകയെന്തും. മനു ഭാക്കറിനൊപ്പമാകും ശ്രീജേഷ് ഇന്ത്യൻ പതാകയെന്തുക. ഷൂട്ടിങ്ങിൽ ഇരട്ട മെഡൽ നേടിയ മനു ഭാക്കറെ പതാകയേന്താനുള്ള വനിതാ താരമായി നേരത്തെ തന്നെ തെരഞ്ഞെടുത്തിരുന്നു. ഇന്ത്യൻ കായിക മേഖലയ്ക്ക് ശ്രീജേഷ് നൽകിയ സംഭാവനകൾക്കുള്ള പാരീസിൽ 2 വെങ്കല മെഡൽ നേടിയ മനു ഭാക്കർ ഇന്ത്യക്കായി ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത മിക്സഡ് ടീം ഇനങ്ങളിലായിരുന്നു മനു ഭാക്കറിന്റെ വെങ്കല മെഡൽ നേട്ടങ്ങൾ. ഞായറാഴ്ച രാത്രിയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ കൊടിയിറക്കം. ഒളിമ്പിക്സ് ഡെസ്ക് 24. 57 കിലോഗ്രാം വിഭാഗത്തിൽ പുരുഷന്മാരുടെ ഗുസ്തി മത്സരത്തിൽ അതിലെ ഒരു ബ്രോൺസ് മെഡൽ മാച്ച്, വെങ്കല മെഡൽ മാച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ അമൻ, നേരത്തെ പറഞ്ഞാൽ അമൻ സെഹ്റാവത്താണ് മത്സരിക്കുന്നത് ഇന്ത്യക്കായി. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അല്പം മുന്നിലാണ്. 2-1 അമൻ മുന്നിട്ട് നിൽക്കുകയാണ്. പ്യൂർട്ടോറിക്കയുടെ ഡാരിയൻ ക്രൂസ് ആണ് എതിരാളി. ഇനി കേവലം ഒരു 4 മിനിറ്റോളം 3-3.5 മിനിറ്റോളം മാത്രമാണ് മത്സരം അവശേഷിക്കുന്നത്. നോക്കാം ഈ ലീഡ് അമന് നിലനിർത്താൻ കഴിയുമോ, ഒപ്പം വീണ്ടും ഒരു വെങ്കലം നമ്മുടെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയുമോ എന്നും. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. നമ്മുടെ ഇഷ്ടങ്ങളെ പ്രകൃതി സംരക്ഷണത്തിനുള്ള അവസരമാക്കുന്ന, സുസ്ഥിര ജീവിതത്തിന്റെ മാതൃകയാക്കുന്ന ഒരു പ്രവാസിയെയാണ് ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന പാലക്കാട് സ്വദേശി രജിത്ത് ഇന്ന് പ്രവാസികൾക്കിടയിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠം പകർന്ന് വ്യത്യസ്തനാവുകയാണ്. മലനിരകളിൽ ആളുകൾ ഉപേക്ഷിച്ചു പോകുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് മലനിരകളുടെ സൗന്ദര്യം സംരക്ഷിക്കുവാൻ കൂടിയാണ് രജിത്തിന്റെ യാത്രകൾ. നമ്മൾ പ്രകൃതിയെക്കുറിച്ചും അതിന്റെ ചൂഷണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോൾ ഈ രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു മാതൃക അത് നമുക്ക് പകർന്നു നൽകുകയാണ് രജിത്ത്.
ബാഗിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സഞ്ചിയുമായി ഇത്തരത്തിൽ UAE മലനിരകളിലേക്ക് ഒരു യാത്രയാണ്. അതാണ് പാലക്കാട് സ്വദേശി രജിത്തിന്റെ ഒഴിവു ദിനങ്ങളിലെ പതിവ് രീതി. പക്ഷേ വെറുതെ കാണുന്ന മലകളിലേക്കെല്ലാം നടന്നു കയറുകയല്ല രജിത്ത് ചെയ്യുന്നത്. ഇതിന് പിന്നിൽ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. പലരും ഉപേക്ഷിച്ചു പോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ തന്നാൽ കഴിയും വിധം നീക്കം ചെയ്യുകയാണ് ഈ പ്രവാസി മലയാളി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രകൃതിയോടുള്ള തന്റെ കടമയാണ് നിറവേറ്റുന്നതെന്ന് രജിത്ത് പറയും. ഹൈക്ക് ചെയ്യുമ്പോൾ എന്താണ് ഞാൻ പ്രകൃതിക്ക് വേണ്ടി ചെയ്തെന്നുള്ള ചോദ്യം വന്നു. അപ്പോഴാണ് നമ്മൾ ഏത് ഹൈക്കിംഗ് ട്രെയിൽസ് നമ്മൾ ഫുൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന ട്രെയിലിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാലും അത് എടുത്തിട്ട് ഇറങ്ങും എന്നുള്ളത് തീരുമാനമായി. അങ്ങനെ ഞാൻ പേഴ്സണലി ചെയ്യാൻ തുടങ്ങി. കാരണം മറ്റുള്ളവരെ ഞാൻ അവിടെ കമ്പൽ ചെയ്തില്ല. കാരണം നമുക്ക് സേഫ്റ്റി നോക്കാറുണ്ട് വരുന്ന ഹൈക്കിങ്ങിൽ. കാരണം പലരും പല ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വരുന്നതാണ്. കാരണം ഒരുപാട് വെയിറ്റ് ആകുമ്പോൾ നമ്മുടെ ബാലൻസ് ആയിരിക്കും പോകാറുണ്ട്. അപ്പോൾ നമ്മളെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഓക്കെ. പ്രവാസ ജീവിതം തുടങ്ങിയ ശേഷം ഒരു സുഹൃത്താണ് ഹൈക്കിങ്ങിന്റെ സാഹസിക ലോകം രജിത്തിന് മുന്നിൽ ആദ്യമായി തുറന്നിടുന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വർഷങ്ങളായി UAE രജിത്ത് കയറാത്ത മലകൾ ഉണ്ടാകില്ല. അതിനു പുറമെ അറേബ്യൻ പെനിൻസുലയിലെ ഏറ്റവും ഉയരം കൂടിയ ജബൽ ഷംസും ആഫ്രിക്കയിലെ കിളിമഞ്ചാരോയുമെല്ലാം ഇതിനോടകം രജിത്ത് കീഴടക്കി കഴിഞ്ഞു. ഇന്ന് രജിത്തിന്റെ പാത പിന്തുടർന്ന് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ മലനിരകളിൽ പലരും ഉപേക്ഷിച്ചു പോകുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള അവസരം കൂടിയായി ഹൈക്കിങ്ങിനെ മാറ്റുന്നത്. വർഷങ്ങളായി UAE പ്രവാസിയായ രജിത്ത് ആരോഗ്യ ജീവിതത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും പാഠമാണ് തനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹമെന്ന് പറഞ്ഞു വെക്കുന്നു. ഇനി 1-2 ഹൈക്ക് ചെയ്തപ്പോൾ ഞാൻ കളക്ട് ചെയ്യുകയാണപ്പോൾ പിന്നെ ഓരോരുത്തർ കാണുമ്പോൾ അവർ പെറുക്കിയിട്ട് എനിക്ക് തരാൻ തുടങ്ങി കവറിലിടാൻ. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളില്ലെങ്കിലും ആളുകൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻസ്പയർ ആക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഇൻസ്പയർ ആക്കിയിട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇത്. ഇനി അടുത്ത് നമ്മളൊരു ഗ്രൂപ്പ് ലെവലിൽ എല്ലാവരും കൂടി ചെയ്ത് ഓരോ ഹൈക്കിലും എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ദുബായിൽ നിന്നും ശരത് ചുരകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അങ്ങനെ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് എടുത്ത് മാറ്റാൻ നടക്കുന്ന വലിയ മനസ്സുള്ളവരാണ്. യെസ്. മറ്റൊരു വാർത്ത കൂടി നമുക്ക് പോകുന്നുണ്ട് പെട്ടെന്ന്. കോട്ടയം നഗരസഭയിൽ നിന്ന് 3 കോടി രൂപ തട്ടിയ ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതെ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ അപാകതകൾ ബോധ്യപ്പെട്ടതോടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ നടപടി. അഖിൽ സി വർഗീസിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും തുടരുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ടോബി, അങ്ങനെ നേരത്തെ മുൻകാലങ്ങളിൽ ഈ ഉദ്യോഗസ്ഥൻ നടത്തിയ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അതിനെക്കുറിച്ചൊക്കെ പരിശോധിച്ചിരുന്നു. ഇപ്പോൾ ഈ നടപടി ഏത് ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്? എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെയൊക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ സസ്പെൻഷൻ നടപടി? പ്രജിൻ പ്രവിത, വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഇന്റേണൽ വിജിലൻസ് വിഭാഗം നടത്തിയിരുന്നു. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭയിലെത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ ശേഖരിക്കുകയും അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഈ തട്ടിപ്പ് കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസ് വിഭാഗത്തിന് ബോധ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് ജോയിന്റ് ഡയറക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വൈക്കത്ത് ഉദ്യോഗസ്ഥനാണ്, വൈക്കം നഗരസഭയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. നഗരസഭാ സെക്രട്ടറിക്ക്, വൈക്കം നഗരസഭാ സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടപടി നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതിലൊരു ആദ്യഘട്ട നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഉത്തരവിനെ വിശേഷിപ്പിക്കാം. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മുടെ ഈ ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കൊണ്ട് ഇത് അവസാനിപ്പിക്കാം നമ്മുടെ ഈ ഇന്നത്തെ ഈ ഷോ. അതെ, ഈ ബീച്ചിലേക്ക് പോകണമെങ്കിൽ ജില്ല വിട്ടു പോകേണ്ട ഒരു ഗതികളുണ്ട് പത്തനംതിട്ടക്കാർക്ക്. അവിടെ ബീച്ചില്ലല്ലോ, കോട്ടയംകാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബീച്ചിനോളം കാറ്റും പ്രകൃതി സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാൻ പത്തനംതിട്ടക്കാർക്ക് പക്ഷേ ഒരു സ്പോട്ട് ഉണ്ട് എന്നതാണ് സത്യം. തിരുവല്ല വേങ്ങലിലെ മുണ്ടകൻ പാടമാണ് ഈ സ്ഥലം. ആ സ്ഥലം നമുക്കൊന്ന് കണ്ടുവരാം. ശ്രീജിത്ത് ശ്രീകുമാരനാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്വപ്നഭൂമിയിലാണ് എത്തി നിൽക്കുന്നത്. മനോഹരമാണ് വേങ്ങലിലെ മുണ്ടകൻ പാടം. മുണ്ടകൻ പാടത്തെ കാഴ്ചകൾ ആസ്വദിക്കാനുള്ളതാണ്. അത് ആസ്വദിക്കാതെ ഈ ജന്മം അവസാനിച്ചെങ്കിൽ
അതൊരു തീരാ നഷ്ടം തന്നെയായിരിക്കും. ജനിച്ച സമയം തൊട്ട് ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. സ്കൂൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് നല്ലോണം എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടെ കാലിട്ടിരിക്കുകയും എല്ലാം ഞങ്ങൾ ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഒന്നുമില്ല, ഇവിടെ ഭയങ്കര കാറ്റ്, ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഭയങ്കര രസം. നല്ല ഞങ്ങൾ കുട്ടികളുമായിട്ടൊക്കെ ഇടയ്ക്കൊന്ന് വരാറുണ്ട് ഇവിടോട്ട്. കുഴപ്പമില്ല, നല്ല എൻജോയ്മെൻറ്റും നല്ല എന്താ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. നല്ല വൈബാണ്. നമുക്ക് ഒരു വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷത്തോടെ കൂട്ടുകാരൊക്കെ കൂടെ വന്നാൽ പക്ക വൈബാണ്. കുറച്ചുകൂടി ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ടൂറിസം വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പഞ്ചായത്തിലേക്ക് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടൂറിസം വകുപ്പ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് മിനിസ്റ്ററെ പോലും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം പഞ്ചായത്തിൽ നിന്ന് പോയി. നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അതിനേക്കാൾ വലിയൊരു സ്ഥലം നമ്മുടെ സ്വന്തം സ്ഥലത്ത് കിടക്കുമ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അത് ടൂറിസം ആണെങ്കിലും ഏത് തലത്തിലാണ്, പഞ്ചായത്താണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്താണെങ്കിലും സംസ്ഥാന സംവിധാനമാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാലമിനിയും ഉരുളും വിഷു വരും, വർഷം വരും തിരുവോണം വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. കവി പാടിയതാണ്. ഇതുപോലുള്ള കാഴ്ചകളൊന്നും കാണാതെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോകരുത്. നല്ല സ്പോട്ടാണ്, വരിക, എൻജോയ് ചെയ്യുക, നന്നായി മടങ്ങുക. അഭിലാഷ് കൈതമണ്ണിനും സഞ്ജയ് ഇക്ബാലിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. അപ്പോൾ അതാണ് മുണ്ടകൻ പാടത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയും അതിന്റെ ദൃശ്യങ്ങളും കൂടി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ബ്രസീലിൽ യാത്രാവിമാനം തകർന്നു വീണു. 70ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. സാവോ പോളോയിലെ വിനേഡോ നഗരത്തിലാണ് അപകടമുണ്ടായത്. വോപാസ് 2283 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം തകർന്നു വീണ സ്ഥലത്ത് വലിയ തോതിൽ തീയും പുകയും പടർന്നതായി നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങൾ പക്ഷേ പുറത്തു വന്നിട്ടുമില്ല. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതാണ് നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. നാളെ രാത്രി 10:30 വീണ്ടും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും കഥകളും ഒക്കെ കാണാം. ഗുഡ് നൈറ്റ്. ബൈ.